നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്രയും പെട്ടെന്ന് അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയണം. ഋതിക മാഡത്തിന് ഒരു സബ്ജക്റ്റേ പോയിട്ടുള്ളൂ. ആ പേപ്പർ ഋതിക മാഡം റീ എക്സാം എഴുതി ക്ലിയർ ചെയ്തോളും. എന്തിന്? ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി ഇവിടെ ആരും പഠിക്കുകയോ എക്സാം എഴുതുകയോ ഒന്നും വേണ്ട. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാ ഞാൻ എക്സാം എഴുതണ്ടെന്ന് ഇവളോട് പറഞ്ഞത്. അത് ഇവൾ അനുസരിച്ചോ? എന്നിട്ടിപ്പോ അവൻ നിൽക്കുന്നു. ഒരു പേപ്പറെ പോയുള്ളൂ അത്ര. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന ആരാ? നിങ്ങൾ ആരുമല്ല, ഈ ഞാനാ. മാനക്കേട് കാരണം രാജിവെക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ന്യൂസിൽ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ രാജു? എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന് താഴെ കമന്റ്സുകളുടെ പെരുമഴയാണ്. നീയല്ലേ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്? ഒന്ന് തുറന്നു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്നെ ഏതൊക്കെ തരത്തിൽ പരാജയപ്പെടുത്താനാവോ അതിന്റെ പരമാവധി ഇവള് ചെയ്തു കഴിഞ്ഞു. ചേച്ചിയുടെ വാക്ക് കേട്ടിട്ടല്ലേ ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിർത്താൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോ എന്തായി? ഇനി നിനക്കൊരു അവസരം ഇല്ല ഋതിക. നിന്നെ ഈ വീട്ടിൽ അധികം നാൾ നിർത്താൻ എനിക്കാവില്ല. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണം. നിന്നെ ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അറിയാമേലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ അതും ഇവിടുത്തെ സോഷ്യൽ മീഡിയകൾ ആഘോഷിക്കും. അത് വേണ്ട. എക്സാമിൽ ഞാൻ തോറ്റത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കറിയാം അച്ഛാ. അച്ഛന്റെ സ്നേഹം എനിക്കിത് വേണ്ട. ഞാനത് അർഹിക്കുന്നില്ല. അച്ഛന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ എക്സാം എഴുതി. എല്ലാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ എക്സാമിൽ തോറ്റു. ഞാൻ എന്റെ ജീവിതത്തോടെ തന്നെ തോറ്റു. ഞാനത് സമ്മതിക്കുന്നു. എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കല്ലേ അച്ഛ. അച്ഛനെ പിരിഞ്ഞു പോവാൻ എനിക്കാവില്ല. എനിക്ക് അച്ഛന്റെ മകളായി ഈ വീട്ടിൽ താമസിച്ചാ മതി. എന്നെ പറഞ്ഞു വിടല്ലേ അച്ഛ. മതി, ഇതോടെ എല്ലാം കഴിഞ്ഞു. ഇനി നീ പറയുന്ന വാക്കുകൾ സമ്മതിച്ചു തരുന്ന പ്രശ്നമേ ഇല്ല. ചേച്ചി, സാനിയുടെ വിവാഹത്തിന് ഇവിടെ ഏതോ കൂട്ടർക്ക് കണ്ട് ഇഷ്ടമായെന്നല്ലേ എന്നോട് പറഞ്ഞത്? അല്ല, അതെ. അവരോട് സംസാരിക്കണം. എത്രയും പെട്ടെന്ന് അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയണം. അമ്മേ, കരയണ്ട മാഡം. ഋതിക മാഡം കരയല്ലേ?
വർമ്മ സാറിന്റെ സ്വഭാവം മാഡത്തിന് അറിയാവുന്നതല്ലേ? എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കാം. ഇല്ല രാജു, അച്ഛനെ വിവാഹം നടത്തും. എനിക്ക് ഉറപ്പാ, നടത്തും. ഏയ്, മാഡം എന്നാലും ആ ഋതിക മാഡത്തിന്റെ ഒരു അവസ്ഥയെ, പരീക്ഷയ്ക്ക് തോറ്റു എന്നറിഞ്ഞപ്പോഴേ കൊച്ചു കുട്ടികൾ കരയുന്ന പോലെയല്ലേ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. ആ പാവത്തിന്റെ കരച്ചിൽ കണ്ടേ എന്റെ കണ്ണും നിറഞ്ഞുപോയി. പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിച്ചാലല്ലേ അമ്മേ പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റൂ. ഒന്ന് പോടി അവിടുന്ന്. ഋതിക മാഡം പഠിക്കാനൊന്നും മോശമല്ല. പരീക്ഷ എന്തോ മാറിപ്പോയതുകൊണ്ടല്ലേ ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു അക്കടി പറ്റിയത്. പിന്നെ എന്തുമാത്രം ആസ്തിയും സമ്പത്തും ഉള്ളവരാ. അവർക്ക് ആ മാഡത്തിന് മുന്നോട്ട് പഠിപ്പിച്ചാൽ എന്താ? അതിന് വർമ്മ സാറ് സമ്മതിക്കണ്ടേ? ആ, ചില കാര്യങ്ങളിൽ വർമ്മ സാറ് വാശി പിടിച്ച പിന്നെ കടമ്പിടുത്തോണെന്നാ രാജു പറഞ്ഞിട്ടുള്ളേ. അല്ലമ്മേ, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനാ നിങ്ങൾ എടുക്കാൻ പോകുന്നേ? അവളെ മുന്നോട്ട് പഠിപ്പിക്കുവാണോ അതോ കല്യാണം കഴിച്ചു വിടുവാണോ? ജയേട്ടന്റെ ബന്ധു ഒരു പയ്യനുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ? അയ്യോ, നിന്റെ ജയേട്ടനെ കൊണ്ട് തന്നെ ഇവിടെ പൊറുതി മുട്ടിയിരിക്ക. അപ്പോഴാ ജയേട്ടന്റെ ഒരു ബന്ധു. ദേ, നീ ആവശ്യമില്ലാത്ത കോളൊന്നും ദൈവത്തെ ഓർത്ത് പിടിച്ചേക്കരുത്. ഓ, അമ്മയുടെ മനസ്സില് വല്യമ്മാവന്റെ മോനായിരിക്കും. അതെ, എന്റെ ചേട്ടന്റെ മോനെ എന്താടി ഒരു കുഴപ്പം? ഒന്നുമില്ലെങ്കിലും അവനൊരു എഞ്ചിനീയർ അല്ലേ? ശ്രീക്ക് അവൻ നല്ല ചേർച്ചയാ. ഏട്ടൻ വേണുവേട്ടന്റെ ഫോണിൽ വിളിച്ചപ്പോ എന്തോ സൂചിപ്പിച്ചു എന്നാ വേണുവേട്ടൻ പറഞ്ഞത്. അവർക്ക് സമ്മതാണെങ്കിൽ ഈ കല്യാണം ഞങ്ങൾ അങ്ങ് ഉറപ്പിക്കും. ആ, ഉറപ്പിക്കും ഉറപ്പിക്കും. ആരുടെ കല്യാണ കാര്യത്തെ കുറിച്ചാ രാധമ്മ സംസാരിക്കുന്നത്? ആ, വേറെ ആരെ കുറിച്ചാ? രാജന്റെ കല്യാണത്തെ കുറിച്ച് തന്നെ ആയിരിക്കും അല്ലേ? അയ്യോ അല്ല മോളെ, ഞങ്ങളെ ശ്രീയുടെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാൻ സമയമായല്ലോ എന്ന് പറയായിരുന്നു. എന്റെ മകൻ ഹരീഷിനും നല്ല ഒന്നാം തരം കല്യാണാലോചനകൾ വരുന്നുണ്ട്. 50 ലക്ഷം വരെ ശ്രീധരൻ തരാന്ന് ഓഫറും തന്നു. എപ്പ അതിന് മുകളിൽ ശ്രീധരൻ വന്നാ അപ്പൊ കച്ചവടം ഉറപ്പിക്കും. കച്ചോടോ? സോറി, കച്ചവടമല്ല, കല്യാണം ഉറപ്പിക്കും. ഞങ്ങളെ വാടക പിരിക്കാൻ ഇറങ്ങിയതാ. വാടകയെ രാജു വന്നിട്ട് വൈകിട്ട് തരാം. അത് മതി, വാടക വൈകിട്ട് തന്നാ മതി. അച്ഛാ, രാജുവിന്റെ കയ്യിൽ നിന്ന് വാടക ഞാൻ വാങ്ങിച്ചോളാം. എന്തിനാ മോളെ ആ പണം അവന്റെ കീശയെ തന്നെ തിരികെ വെച്ചു കൊടുക്കാനോ? ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. നടന്നോളൂ. മോന് കിട്ടുന്ന ശ്രീധനക്കാരിയൊക്കെ പറഞ്ഞു, മോക്ക് എത്രയാ കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ശ്ശോ, ഒന്ന് മിണ്ടാതിരിക്കടി. നീയേ ആ കട വരെ ഒന്ന് പോയിട്ട് വാ. ശ്രീ എക്സാമിന് നല്ല മാർക്ക് വാങ്ങി പാസ്സായതല്ലേ, നമുക്കേ ഒരു പായസം വെക്കാം. ശരി അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.